ഇതുപോലെ ചെറിയ ഉരുണ്ട മാങ്ങ ഉണ്ടെങ്കിൽ നല്ല വായിൽ വെള്ളം ഉരുണ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴുത്ത മാങ്ങയും ചെനഞ്ഞതും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ പാത്രത്തിലാണ് ഇത് വേവിക്കുന്നത് കേട്ടോ, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഉപ്പും പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെയാണ് ഇട്ടത്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. അത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ മാങ്ങ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെന്ത് വന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം. ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കര ഉള്ളത് കൊണ്ട് അതാണ് ഇട്ടത്, അല്ലെങ്കിൽ ഒരു അച്ച് ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പം തന്നെ വേഗം കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അത് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. പിന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ടാൽ മതി, കുറേ ഒന്നും ഇടണ്ട, കയ്പ്പ് വരും കേട്ടോ. ഒരു പിഞ്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള കടുകും കൂടെ ഇടാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് മാങ്ങയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണെന്നറിയോ. ഇത് ഇനി ഒന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നല്ലോണം കുറുകി വരും. അപ്പോൾ ആ ഒരു ഗ്രേവിയും ഈ മാങ്ങയും കൂടെ എടുത്ത് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ കഴിക്കുക, ചോറിൻ്റെ കൂടെയും കഴിക്കുക, വേറെ ഒരു കൂട്ടാനും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും.